ക്രൈസ്തവ മൂല്യങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട വ്യക്തിയും ടേണിംഗ് പോയിന്റ് USA സ്ഥാപകനുമായ ചാർലി കിർക്ക് വെടിയേറ്റ് മരിച്ചു. സെപ്റ്റംബർ 10 ബുധനാഴ്ച യൂട്ടാ വാലി യൂണിവേഴ്സിറ്റിയിൽ നടന്ന പരിപാടിക്കിടെയാണ് അദ്ദേഹത്തിന് വെടിയേറ്റത്. യൂണിവേഴ്സിറ്റിയിൽ ഒരു പരിപാടിക്കിടെ പ്രേക്ഷകരോട് ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടെ ഒരാൾ അദ്ദേഹത്തെ വെടിവെക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് 12:10 ട്രാൻസ്ജെൻഡറിസത്തെയും തോക്കുപയോഗിച്ചുള്ള അക്രമത്തെയും കുറിച്ചുള്ള ഒരു വിദ്യാർത്ഥിയുടെ ചോദ്യത്തിന് കിർക്ക് ഉത്തരം നൽകുമ്പോഴായിരുന്നു വെടിവയ്പ്. കിർക്കിന്റെ ആദ്യത്തെ ടൂർ സ്റ്റോപ്പായിരുന്നു യൂട്ടാ വാലി യൂണിവേഴ്സിറ്റി. ക്യാമ്പസിൽ വിദ്യാർത്ഥികളുമായി പലപ്പോഴും സംവാദം നടത്തിയിരുന്ന കിർക്ക് കോളേജുകളിലെ അഭിപ്രായ സ്വാതന്ത്ര്യത്തെ ശക്തമായി പ്രതിരോധിച്ചു. ക്രിസ്ത്യാനികൾക്കെതിരായ വിവേചനത്തെയും ലിംഗ പ്രത്യയശാസ്ത്രത്തെയും തുറന്ന് വിമർശിച്ചിരുന്നു അദ്ദേഹം. 2012 കോളേജ് ക്യാമ്പസുകളിൽ സ്വതന്ത്രമായി സംസാരവും യാഥാസ്ഥിതിക മൂല്യങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിനായി അദ്ദേഹം 18 വയസ്സുള്ളപ്പോൾ ടേണിംഗ് പോയിന്റ് USA സ്ഥാപിച്ചു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അടുത്ത സുഹൃത്തായിരുന്നു കിർക്ക്. സോഷ്യൽ മീഡിയയിലും അഭിമുഖങ്ങളിലും മുൻപ് ക്യാമ്പസ് ടൂറുകളിലും കിർക്ക് തന്റെ ക്രിസ്തീയ വിശ്വാസത്തെക്കുറിച്ച് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ക്രൈസ്തവ വിശ്വാസം പിന്തുടരുന്നതിന്റെ പേരിൽ വിദ്യാർത്ഥികൾക്ക് നേരിടേണ്ടി വരുന്ന വിവേചനത്തെ പ്രതിരോധിക്കുന്നതിനും കോളേജ് ക്യാമ്പസുകളിൽ ക്രൈസ്തവ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനുമായി 2012 ടേണിംഗ് പോയിന്റ് USA എന്ന കൂട്ടായ്മ സ്ഥാപിച്ചത്. യുവാക്കൾ ദൈവവിശ്വാസത്തിലേക്ക് മടങ്ങിയെത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കഴിഞ്ഞയാഴ്ച പ്രസിദ്ധീകരിച്ച ഒരു പോസ്റ്റിൽ ചാർലി കിർക്ക് അഭിപ്രായപ്പെട്ടിരുന്നു. ചാർലി കിർക്കിനോടുള്ള ആദരസൂചകമായി സെപ്റ്റംബർ 14 ഞായറാഴ്ച വൈകുന്നേരം 6 മണി വരെ US എല്ലാ അമേരിക്കൻ പതാകകളും പകുതി താഴ്ത്തിക്കെട്ടാൻ പ്രസിഡന്റ് ട്രംപ് ഉത്തരവിട്ടിരിക്കുകയാണ്.